ഹലോ. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതുപോലെ ഇനി കാന്തമ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക്. നമ്മൾ ഇത്രയും നേരം ചായത്തോട്ടങ്ങളായിരുന്നു, തേയിലത്തോട്ടങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഈ വെള്ളച്ചാട്ടത്തേക്ക് പോകുന്ന വഴിക്ക് നിറയെ കാപ്പിത്തോട്ടങ്ങളായിരുന്നു. അങ്ങനെ കുറേ വളവും തിരിവും കയറ്റവും ഇറക്കവും ഒക്കെ കഴിഞ്ഞ് നമ്മളവിടെ എത്തി. Your destination is on the right. അവിടെ എത്തി ടിക്കറ്റ് എടുത്തു. നമുക്കൊരാൾക്ക് 40 രൂപയായിരുന്നു. മുതിർന്ന ആൾക്കാർക്ക് 20ഉം കുട്ടികൾക്ക് 30 രൂപയാണ്. എൻട്രൻസ് കഴിഞ്ഞ് കുറച്ച് ദൂരം നമുക്ക് ഉള്ളിലേക്ക് നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി. ഈ ബ്രിഡ്ജ് നടന്നു വന്നതിന് ശേഷം വീണ്ടും കുറച്ച് സ്റ്റെപ്പ് കൂടി നടക്കാനുണ്ട് താഴേക്ക്. താഴെ വരെ ആൾക്കാർ പോകുന്നുണ്ട്. വരും, പോയി നോക്കാം. ഫൈനലി നമ്മൾ കുറേ സ്റ്റെപ്പ് ഇറങ്ങി വന്നതിന് ശേഷം അവിടെ എത്തി. അതൊക്കെ കയറി വന്ന് തിരിച്ച് പോവാണ്. വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല, ജസ്റ്റ് അവിടെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു, തിരിച്ച് കയറി. നമ്മൾ കയറി വന്ന ഉടനെ ഇവിടേക്കും കൂടി ഇറങ്ങാം. അധികം ആഴമൊന്നുമില്ലാത്ത കുട്ടികൾക്കും എല്ലാവർക്കും ഇറങ്ങാൻ പറ്റുന്ന ചെറിയൊരു സ്ഥലം. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് പോലെ ഇവിടെയുണ്ട്. അങ്ങനെ അവിടെയും വെള്ളത്തിലിത്തിരി കാലിട്ടിട്ട് തിരിച്ച് ഞങ്ങൾ ഇറങ്ങി. പാർക്കിംഗ് ഏരിയ നല്ല രസമില്ലേ? കുറേ ഗൂഗിൾ വെച്ച് നിന്നിട്ടില്ല. അടുത്ത സ്ഥലത്തേക്കുള്ള വഴി പറഞ്ഞുകൊണ്ടിരിക്കുക. പാവം, അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തെത്തിയിട്ട് കാണാം. വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു 12-12:30 ആയിട്ടുണ്ട്. തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഭയങ്കര ദാഹം തോന്നിയപ്പോൾ നമ്മളൊരു കടയിൽ നിർത്തി സംഭാരം കുടിക്കാനായിട്ട്. ഭയങ്കര വെയിലായിരുന്നു, പിന്നെ ഞങ്ങൾക്ക് വിശക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു സംഭാരം? അടിപൊളി സംഭാരമായിരുന്നു, റിഫ്രഷിംഗ് ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഒറ്റ ഇറക്കിന് കുടിച്ച് തീർത്ത്. അതെ. അപ്പം ഇനി അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് റിസോർട്ടിലൊരു 1:30-2 ഉള്ളിൽ ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ വേറെ എവിടെയും പോകാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. വയറ് നിറഞ്ഞോ സാർ? പഴംപൊടി കിട്ടിയിരുന്നു.